ഇന്ന് ജനുവരി 1-ാം തീയതി തൊട്ടിട്ട് നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഫാർമസിയിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് അവളുടെ ലാസ്റ്റ് ഡേ ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വന്ന് പെട്ടുപോയതാണ്. എന്താ പറയുക, പച്ചയ്ക്ക് തിന്നുന്ന ആളുകളുടെ ഇടയിലാണ് വന്ന് പെട്ടത് എന്നുള്ള കാര്യം അവൾക്ക് അറിയില്ലായിരുന്നു. ശരിക്കും വന്ന് പെട്ടുപോയി. എങ്ങനെയൊക്കെയോ 6 മാസം ആക്കി. ഇന്ന് അവളുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ചെറിയൊരു ഗിഫ്റ്റൊക്കെ അവൾക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറഞ്ഞ കാലയളവിൽ തന്നെ ഭയങ്കര ഡീപ്പായിട്ടൊരു കണക്ഷൻ കിട്ടൂലേ, അങ്ങനത്തെ ഒരുത്തിയാട്ടോ അവൾ. എല്ലാ ഊക്കലും ഏറ്റുവാങ്ങാൻ വേണ്ടി മാത്രം അവിടെ വന്ന വാ തുറന്ന അവൾക്കത് അബദ്ധമായിട്ട് മാത്രമേ വരുള്ളൂ ഞങ്ങളുടെ ഇടയിൽ. പിന്നെ ഞങ്ങൾ കൊന്ന് തിന്നും, അതാണ് അവിടെ പതിവ്. ആൻഡ് ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് അവളെ മിസ് ചെയ്യും കേട്ടോ. കാരണം ഇനി അങ്ങനെ കൊന്നു തിന്നാൻ ആരുമില്ല. പിന്നെ ഞങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക സീരിയസ് ആളുകളായി മാറും അവളങ്ങ് പോയി കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ഞാനും അവളും ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര ഒച്ചപ്പാടാണ് ഫാർമസിയിൽ. ഇനിയിപ്പോൾ ഫാർമസി സൈലൻ്റ് ആവും. ശരിക്കും മിസ് ചെയ്യും. അപ്പോൾ പോയിട്ട് നമുക്ക് ഈ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവളെ യാത്ര അയക്കാം. ഇനി പറ ട്രെയിനിങ് എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ? വളരെ മാനസിക പീഡനവും ശാരീരിക പീഡനവും അങ്ങനെയല്ല പറയണ്ടേ, അങ്ങനത്തതല്ല പറയണ്ടേ. ഞങ്ങളെ പറ്റി നല്ലതേ പറയാൻ പാടുള്ളൂ. വളരെ ക്രൂര മനസ്സിന്റെ അമ്മായിനെ വീഡിയോ എടുത്തപ്പോ എനിക്ക് അടി കിട്ടും. അത്രേ ഉള്ളൂ. കഴിഞ്ഞില്ലേ യുദ്ധം? പിന്നെ ഫാർമസിസ്റ്റ്, ഇത് ഫാർമസിസ്റ്റ് അമ്മേ, ഇത് വേറെ ഫാർമസിസ്റ്റ്. മറ്റേ തള്ളനെ ഞാൻ കാണിക്കൂല. അടി കിട്ടു. ഷമി മദർ പറഞ്ഞ കേട്ടിയില്ല.